ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാച്ചിലോണ്ട് ഒരു മോരുകറിയാണ്. അപ്പോൾ കാച്ചിലിൻ്റെ കാവത്തെന്നും പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കഷ്ണം കാവത്താണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ വലുപ്പത്തിലാണ് കാവത്ത് കഷ്ണങ്ങൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വേവിക്കാനായിട്ട് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കിതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം. ഒറ്റ വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാനിത് വെന്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. കാവത്ത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മുറി നാളികേരം ചെരുകിയത്, പിന്നെ ഇതിലേക്ക് 8 പച്ചമുളക്, ഇതിപ്പോൾ ഇച്ചിരി പഴുത്ത് പോയിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ പച്ചമുളക് വെച്ചാൽ അതിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം നല്ല ജീരകം. അപ്പോൾ ഞാനിതെല്ലാതും ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ വെള്ളത്തിന് പകരം തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ പകുതി 1/2 കപ്പോളം തൈര് ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കും. അതിന് ശേഷമാണ് ബാക്കിയുള്ള തൈര് ചേർത്ത് കൊടുക്കണമല്ലോ കേട്ടോ. കൂടുതൽ തൈരായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ വെള്ളം പോലെ കഴിഞ്ഞാൽ ശരിക്കും അറിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നല്ലപോലെ അരിഞ്ഞ് കിട്ടണമെങ്കിൽ ആദ്യം കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. അതിന് ശേഷം ബാക്കി തൈര് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഞാൻ നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി തൈരും കൂടി ഒഴിച്ച് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതേ കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കാവത്തെല്ലാത്തും വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല, ഇതുപോലെ കഷ്ണങ്ങളായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടം കുറച്ച് ഉടയണം എന്നുണ്ടെങ്കിൽ ആ വേവിനെ എടുത്താൽ മതി. ഇങ്ങനെ കഴിക്കാനാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കുക്കറിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇതിലെല്ലാം അരപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കാച്ചിൽ വെച്ചിട്ടുള്ള മോരുകറിയല്ലേ, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കി നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റില്ല എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. മോരുകറി ചെറുതായിട്ടൊന്ന് തിള വരുന്ന വരെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിലണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ചെറിയൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം ഞാൻ ഒന്നുകൂടി നോക്കുകയാണ് ഇട്ട് കൊടുത്തുള്ള ഉപ്പെല്ലാം കറക്റ്റ് അല്ലേന്ന്. അപ്പോൾ നോക്കിയപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് ഉപ്പ്, പുളി എല്ലാതും. മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആ മോരുകറിക്ക് ടേസ്റ്റ് കൊടുക്കുക ഉണ്ടമുളകില്ലേ, അങ്ങനത്തെ മുളകുകളാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ മുളക് പൊടിയൊന്നും ഇടാത്ത കാരണം ആ ഒരു മുളകിൻ്റെ ഫ്ലേവറാണ് ശരിക്കും നമ്മുടെ കറിയിലേക്ക് കിട്ടുക. ഉണ്ടമുളകൊക്കെ ആകുമ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു ഫ്ലേവറല്ലേ. അപ്പോൾ അത് മോരുകറിക്ക് ഭയങ്കര ടേസ്റ്റാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഉണ്ടമുളക് ഇടാണ് നല്ലത്. പിന്നെ കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് കയ്യിൽ പിന്നെ ഏതാ ആ മുളക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഞാനൊരു ഒപ്പീനിയനായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം. എന്നിട്ട് നമുക്കിതിലേക്കുള്ള കടുകും മുളകും പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടിയിലേക്ക് ഇതേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി കഴിഞ്ഞ് വരട്ടെ. അപ്പോഴത്തേ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ഞാൻ നടു പൊട്ടിച്ചത് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവ. ജസ്റ്റ് ഒന്ന് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ.
ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവപ്പൊടി ഒന്ന് തൂവിച്ച് കൊടുക്കുന്നുണ്ട്. ഉലുവപ്പൊടി ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ആ ഉലുവപ്പൊടിയുടെ ഫ്ലേവർ ആ കറിയിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കുമ്പോഴേ ഭയങ്കര ഫ്ലേവർ ആയിരിക്കും. നമ്മൾ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അടച്ച് വയ്ക്കല്ലേ, അപ്പോൾ അത് കറിയിലേക്ക് സ്പ്രെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മളിങ്ങനെ ആ പ്ലേറ്റ് നീക്കി കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വരിക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. നമ്മുടെ കാവത്ത് മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കണിനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കാവത്ത് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.